ബെർലിനിലെ വിദ്യാർത്ഥികൾ മോഡൽ എക്സാമുകൾ എഴുതി കോൺഫിഡൻസ് നേടിയെടുക്കുകയാണ് എന്ന് പറയുന്നതിന് പിന്നിൽ ബെർലിനിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥിക്ക് പറയാൻ ഒരു കഥയുണ്ട്. നീറ്റ് എക്സാം ഹാളിലെ ദുരാനുഭവത്തെ അതിജീവിച്ച് നീറ്റ് എക്സാമിൽ ഉയർന്നൊരു സ്കോർ കരസ്ഥമാക്കിയ അനന്തു. ഇന്ന് വൈറ്റ് കോട്ടൊക്കെ ഇട്ട് ഏറെ അഭിമാനപൂർവ്വം ഇടുക്കി മെഡിക്കൽ കോളേജിൽ നിൽക്കുന്ന അനന്തുവിന് ഒരു കഴിഞ്ഞ കാലഘട്ടമുണ്ട്. എ ചാപ്റ്റർ ഓഫ് എക്സലൻസ്, ലെസൺസ് ബിയോണ്ട് ബുക്സ്. 2023 മെയ് 7 ദൃശ്യമാധ്യമങ്ങളിലും പത്രമാധ്യമങ്ങളിലുമെല്ലാം നീറ്റ് എക്സാം ഹാളിലെ ഒരു വിവാദം ഇടം പിടിച്ചു. നീറ്റ് പരീക്ഷയ്ക്ക് പ്രവേശനം വൈകിച്ച കോട്ടയം ചാന്നാനിക്കാട്ടെ സെന്ററിനെതിരെ പരാതിയുമായി വിദ്യാർത്ഥികൾ രംഗത്തെത്തി. പരീക്ഷയുടെ സമയം നഷ്ടപ്പെട്ടതായി വിദ്യാർത്ഥികൾ പറയും. രക്ഷിതാക്കൾ ഏറെ ബഹളം വെച്ചതിന് ശേഷമാണ് പരീക്ഷ തുടങ്ങുന്നതിന് 10 മിനിറ്റ് മുമ്പ് മുഴുവൻ വിദ്യാർത്ഥികളെയും ഈ ഹോളിനുള്ളിലേക്ക് പ്രവേശിപ്പിച്ചത് എന്ന് വരെ ഇവർക്ക് പരാതിയുണ്ട്. 12 മണിയോടെയാണ് എന്ത് ചെയ്തത്, ഗേറ്റ് തുറന്നത്. ഈ പൊരിവേലത്താണ് 200ഓളം കുട്ടികൾ പൊരിവേലത്തുണ്ടായിരുന്നു. അവരെന്ത് ചെയ്തില്ല, കടത്തി വിട്ടില്ല. അവസാനം 1:45 എന്ത് ചെയ്യുന്നത്, അവർ കടത്തി വിടുന്നത്. അപ്പം ബയോമെട്രിക് ഒന്നും ചെയ്തിട്ടില്ല. അവർ പറയുന്നത് 4 സിസ്റ്റം ഉള്ളിടത്ത് 2 സിസ്റ്റമേ തന്നിട്ടുള്ളെന്ന്, ഇന്റർനെറ്റ് സ്ലോ ആണെന്നുമാണ് പറയുന്നത്. മാത്രമല്ല ഈ കുട്ടികൾ പൊരുവെയിലത്ത് നിന്ന് 2 കുട്ടികൾ ബോധം കെട്ട് വീണു. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് 1 മണിക്കൂർ വെയിലത്ത് നിന്ന് ഈ പൊരുവെയിലം കൊണ്ട് പോകുന്ന കുട്ടികൾക്ക് എങ്ങനെ പരീക്ഷ എഴുതാൻ പറ്റും? 3.5 മണിക്കൂർ, 1 മിനിറ്റ് എന്ന് പറയുന്നത് 4 ഒരു ക്വസ്റ്റ്യൻ ഫില്ല് ചെയ്യേണ്ട സമയമാണ്. 4 മാർക്കാണ്. 5 മിനിറ്റ് പോയാൽ 5 × 4 20 മാർക്ക് പോകും. റാങ്ക് ലക്ഷക്കണക്കിനാണ് താഴോട്ട് വരുന്നത്. കുട്ടികളുടെ ഭാവി തകർക്കുന്ന പരിപാടിയാണ്. എന്തായാലും ചാന്നാനിക്കോട് ശ്രീനാരായണ പബ്ലിക് സ്കൂളിൽ ഇങ്ങനെ സമയം കിട്ടിയിട്ടില്ലെങ്കിൽ ഈ സെന്ററിൽ എഴുതാൻ മൊത്തം വിദ്യാർത്ഥികൾക്കും വീണ്ടും പരീക്ഷ നടത്തണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. ഏകദേശം 400 വിദ്യാർത്ഥികളാണ് ചാന്നാനിക്കാട് സെന്ററിൽ എക്സാം എഴുതിയത്. പല അഭിപ്രായങ്ങളും ആശയക്കുഴപ്പങ്ങളും എല്ലാം ഉടലെടുത്ത ആ എക്സാം ഹാളിലേക്ക് വിദ്യാർത്ഥികൾ പ്രവേശിച്ചത് കുറച്ച് ടെൻഷൻ അടിച്ചാണ്. കാരണം അവരുടെ സമയം നഷ്ടപ്പെടുന്നു എന്ന ഭയം. പക്ഷേ നിങ്ങൾക്കറിയാം, ജനുവരി മുതൽ മെയ് വരെയുള്ള മാസങ്ങളിൽ ബെർലിനിലെ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുന്നത് എക്സാമുകൾ പല ആവർത്തി എഴുതി പരിശീലിപ്പിച്ചുകൊണ്ടാണ്. യെസ്, ആ ഒരു കോൺഫിഡൻസ് ബെർലിനിലെ ഞങ്ങളുടെ അനന്തു എന്ന വിദ്യാർത്ഥിക്കുണ്ടായിരുന്നു. എക്സാം ഹാളിലെ ആ സംഭവത്തെക്കുറിച്ച് അന്ന് തന്നെ ചെറിയ വിഷമത്തോടുകൂടി അനന്തു ബെർലിനിലെത്തി പങ്കുവച്ചു. ഹായ്, ഞാൻ അനന്തു. ബെർലിനിലെ 2023 റിപ്പീറ്റേഴ്സ് ബാച്ചിലെ PQ2 ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു. നീറ്റ് എക്സാം ഒക്കെ കഴിഞ്ഞു. നിർഭാഗ്യവശാൽ എനിക്ക് നേരിടേണ്ടി വന്ന ഒരു ഇൻസിഡൻറ്റിനെ കുറിച്ച് പറയാനാണ് ഞാൻ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. എനിക്ക് എൻ്റെ എക്സാം സെൻ്ററായിട്ട് കിട്ടിയത് കോട്ടയത്ത് തന്നെ ശ്രീനാരായണ പബ്ലിക് സ്കൂൾ ചാന്നാനിക്കാട്. കേരളത്തിൽ മെയിനായിട്ട് പ്രശ്നം ഉണ്ടായത് 2 സ്കൂളുകളിലാണ്. ഒന്ന് കോഴിക്കോടും ഒന്ന് കോട്ടയത്തും. നിർഭാഗ്യവശാൽ കോട്ടയത്ത് അത് എൻ്റെ സെൻ്ററായി പോയി. 200 ക്വസ്റ്റ്യൻ ഉണ്ട്, 200 മിനിറ്റ് ഉണ്ട്. ഇത് നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ള ടെൻഷൻ എനിക്കുണ്ട്, കാരണം ലേറ്റായിട്ട് തുടങ്ങിയതുകൊണ്ട്. അങ്ങനെ ടെൻഷനോട് കൂടി തന്നെയാണ് ഞാൻ എക്സാം സ്റ്റാർട്ട് ചെയ്തത്. യെസ്, നീറ്റ് 2023 അനന്തു എന്ന വിദ്യാർത്ഥി മുന്നിൽ വന്ന പ്രതിസന്ധിയെ അതിജീവിച്ച് എക്സ്പെക്ടിംഗ് സ്കോർ അന്നത്തെ കട്ട് ഓഫിന് മുകളിൽ എത്തിച്ചതിന് പിന്നിലെ കഥ അനന്തു എന്ന് നമ്മോട് വിവരിക്കുന്നത് അനന്തുവിന് ഏറ്റവും പ്രിയങ്കരിയായ ബെർലിനിലെ വൺ ഓഫ് ദ ബെസ്റ്റ് പ്രൊഫസർ മായറാണി ടീച്ചറിനൊപ്പമാണ്. നീറ്റ് 2025 തയ്യാറെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരുപാട് ആശങ്കകളും ആകുലതകളും ഒക്കെ കാണും അല്ലേ? പരീക്ഷാ ഹാള് എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ പരീക്ഷാ ഹാളിൽ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത്, ഫ്രിസ്കിംഗ് എങ്ങനെയാണ്, ബയോമെട്രിക്സിലൂടെ കടന്നു പോകുമ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ, ഹാളിൽ ഉണ്ടാകുന്ന ആംബിയൻസ് എന്താണ്, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ. ഈ ചോദ്യങ്ങൾക്കെല്ലാം ഒരു ഉത്തരം, അത് നിങ്ങളുടെ മാനസിക അവസ്ഥയാണ്. ഇത് പറയുമ്പോൾ ഏറ്റവും അഭിമാനത്തോടെ തലയുയർത്തി തന്നെയാണ് ഞാനിത് പറയുന്നത്. കാരണം പരീക്ഷാ ഹാളിൻ്റെ കൃത്യമായ നടത്തിപ്പുകൾ ഇല്ലാതെ പോയ ഒരു എക്സാം സെൻറ്ററിൽ പരീക്ഷ എഴുതേണ്ടി വന്ന് തളർന്ന് വീഴേണ്ട സമയത്ത് പാനിക്കാകാതെ മനസാന്നിധ്യം കൊണ്ട് മാത്രം പിടിച്ചു നിന്ന് പരീക്ഷ എഴുതി ഇന്ന് ഇടുക്കി മെഡിക്കൽ കോളേജിൽ വൈറ്റ് കോട്ടുമിട്ട് എന്നൊപ്പം നിൽക്കുന്നത് ഞങ്ങളുടെ പ്രിയപ്പെട്ട അനന്തു എന്ന മിടുക്കനാണ്. അനന്തുവിനെ കുറിച്ച് പറയുമ്പോൾ ഓരോ നിമിഷവും വാക്കുകൾ കൊണ്ട് നമുക്ക് സന്തോഷമാണോ സങ്കടമാണോ പറയേണ്ടതെന്നറിയാതെ തന്നെയാണ് ഞാൻ പറഞ്ഞു തുടങ്ങുന്നതും. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ വിദ്യാർത്ഥി എന്നുള്ളതിലുപരി ഓരോ നിമിഷവും ഞാൻ അനന്തുവിനെ കാണുന്നത്
എന്ത് പ്രതിസന്ധി ഘട്ടത്തിലും നമ്മുടെ മനസ്സ് നമ്മളോടൊപ്പം നിന്നാൽ നമുക്കുറപ്പായിട്ടും വിജയം കിട്ടും എന്നതിൻ്റെ തെളിവാണ് ഒരുപക്ഷെ അന്ന് പരീക്ഷാ ഹാളിൽ എന്താണ് നടന്നതെന്ന് അനന്തു നിങ്ങളോടൊന്ന് പറഞ്ഞു തരും. അതിനെ അനന്തു എങ്ങനെയാണ് ഓവർകം ചെയ്തതെന്നും. മോനെ, ആ ഒരു ദിവസം എനിക്ക് തോന്നുന്നു റീകളക്ട് ചെയ്യാൻ തന്നെ ഇഷ്ടപ്പെടാത്ത ദിവസമാണെങ്കിൽ കൂടി നിന്റെ ഈ ഓരോ വേർഡും ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ കുട്ടിക്കും ഭയങ്കര പ്രചോദനമാണ്, പ്രേരണയാണ്. എന്താണ് മോനെ ആ ദിവസം ഒന്ന് റീകളക്ട് ചെയ്യാവോ? ഞാൻ അനന്തു, ഇടുക്കി മെഡിക്കൽ കോളേജിലെ സെക്കൻഡ് ഇയർ MBBS വിദ്യാർത്ഥിയാണ്. എൻ്റെ എക്സാം സെൻറ്റർ കോട്ടയത്തായിരുന്നു. എൻ്റെ നാട് ആലപ്പുഴയാണ്. ഞാൻ സെൻറ്റർ ആലപ്പുഴയിൽ കൊടുത്തില്ല, കാരണം ബ്രില്യൻ്റെയും തന്നെ ഡയറക്റ്റ് പോയി എഴുതിയിട്ട് അങ്ങനെ എല്ലാം കംപ്ലീറ്റ് ആക്കി വീട്ടിലേക്ക് പോകാമെന്ന് കരുതി ആ ഒരു പ്രിപ്പറേഷനോടെയാണ് ഞാൻ ഇരുന്നത്. കോട്ടയത്ത് തന്നെയാണ് എനിക്ക് സെൻറ്റർ കിട്ടിയത്. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് എൻ്റെ പേരൻസ് രാവിലെ തന്നെ വന്നു, നമ്മൾ എല്ലാം സെറ്റാക്കിയിട്ട് എക്സാം എഴുതാൻ വേണ്ടി പോവുകയാണ്. അവിടെ കുറച്ചൊരു സെമി അർബൻ ഏരിയയിലാണ് എനിക്ക് സെൻറ്റർ കിട്ടിയത്. പക്ഷേ ഉള്ളിലേക്ക് പോകണമായിരുന്നു. അവിടെ ഈ നെറ്റ്വർക്കും കാര്യങ്ങളൊക്കെ ഒത്തിരി അക്സസിബിലിറ്റി ഉള്ള ഒരു ഏരിയ ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ബയോമെട്രിക്സും ഫ്രിസ്കിങ്ങും ഒക്കെ കറക്റ്റായിട്ട് ഇത്രയും അധികം കുട്ടികൾക്ക് അവർക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല. അപ്പോൾ നമ്മൾ ഒരു 200 സ്റ്റുഡൻസോളം ഉച്ചയ്ക്ക് വെയിലുള്ള സമയമാണ്, 2 മണിക്ക് നമുക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ 12 o'clock 11:30 നമ്മൾ റിപ്പോർട്ട് ചെയ്യണം. ആ സമയം നമ്മളെല്ലാവരും ക്യൂ നിൽക്കുകയാണ്, നല്ല വെയിലുണ്ട്. അത് നമുക്ക് വെയിലിന് തരണം ചെയ്യാൻ വേണ്ടി നമുക്ക് അതിനൊരു ഷെഡോ ഒരു ഷെയ്ഡോ യാതൊരുവിധ അറേഞ്ച്മെന്റ്സ് അവിടെ ഉണ്ടായിരുന്നില്ല. ആ വെയിലത്ത് നമ്മൾ എല്ലാ കുട്ടികളും കൊടയും ഒക്കെ ആയിട്ട് നമ്മുടെ അഡ്മിറ്റ് കാർഡും എക്സാം ഡ്രസ്സിലും ഒക്കെ നമ്മൾ അവിടെ കുറേ നേരം വെയിറ്റ് ചെയ്ത് ഒരു 1:30 ആയിട്ടും വീണ്ടും ഈ ബയോമെട്രിക്സും പ്രൊസീജിയേഴ്സും കംപ്ലീറ്റ് ആക്കാൻ ഇനിയും 100+ സ്റ്റുഡൻസ് അവിടെ ഉണ്ടായിരുന്നു. അതിനകത്ത് ഉൾപ്പെട്ട ഒരാളാണ് ഞാൻ. അപ്പോൾ 2 മണിക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 1:30 മുമ്പെങ്കിലും ഇത്രയും പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് ആക്കി എല്ലാം സെറ്റാക്കി നമ്മളെ എക്സാം ഹാളിലേക്ക് അവർക്ക് ഇരുത്താൻ പറ്റണം. ബ്രില്യൻറ്റിൽ നമ്മൾ ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് എന്തൊക്കെ നമ്മൾ കാര്യങ്ങൾ ചെയ്യണം, ഒരു എക്സാമിനേഷന് മുമ്പ് എന്തൊക്കെ പ്രൊസീജിയേഴ്സാണ് ഉണ്ടാവുക, ഒരു കൃത്യം ബ്ലൂ പ്രിന്റ് നമ്മുടെ മനസ്സിലുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പാനിക് ആവാൻ തുടങ്ങി ബ്രില്യൻറ്റിൽ പഠിച്ച സ്റ്റുഡൻ്റ് എന്ന നിലയിൽ. കാരണം ഇത്ര സമയത്തിനുള്ളിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ ഇനിയും അവശേഷിക്കെ ഈ 30 മിനിറ്റ്സിൽ അവർ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്, അവരെ കൊണ്ട് പറ്റില്ല എന്നുള്ള കാര്യം നമുക്ക് ബോധ്യമായി. നമ്മുടെ പേരൻസ് എല്ലാവരും എക്സാമിനേഷൻ സെൻറ്ററിൻ്റെ വെളിയിൽ തന്നെ ഉണ്ടായിരുന്നു. അവിടെ വലിയൊരു ഹാവക് സിറ്റുവേഷൻ അവിടെ ക്രിയേറ്റ് ആവുകയാണ് ഉണ്ടായത്. പേരൻസ് ഒക്കെ വയലൻ്റ് ആവാൻ തുടങ്ങി, അവർ പോലീസ് വരാൻ തുടങ്ങി. ശരിക്കും ആ ഒരു അന്തരീക്ഷം, എക്സാം എഴുതേണ്ട ആ ഒരു അന്തരീക്ഷം മാറി മീഡിയാസ് വരുന്നു, പോലീസ് വരുന്നു, പേരൻസ് ബഹളം വെക്കുന്നു, എക്സാം ക്യാൻസൽ ചെയ്യണമെന്ന് പറയുന്നു. അപ്പം നമ്മുടെ ഒരു മാനസികാവസ്ഥ എത്രത്തോളം വേഴ്സായി മാറും എന്നുള്ളത് നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു. എന്നിട്ട് ആ ഒരു 1:30 കഴിഞ്ഞ് ഇത്രയും പ്രശ്നങ്ങളായപ്പോൾ അവരെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പെട്ടെന്ന് ഫ്രിസ്കിംഗ് ഒന്നും ചെയ്യാതെ ബയോമെട്രിക്സ് കംപ്ലീറ്റ് ആക്കുക, ജസ്റ്റ് വന്ന പാടെ തന്നെ പ്രോപ്പർ ചെക്കിങ്ങോ ഇല്ലാതെ നമ്മൾ എക്സാമിനേഷൻ ഹാളിലേക്ക് കടത്തുകയാണ് ഉണ്ടായത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണെങ്കിലും ആ ഒരു ഏരിയ തന്നെയാണെങ്കിലും, ഉള്ളിലേക്കുള്ള ഏരിയ ആണെങ്കിലും പ്രോപ്പർ ലൈറ്റിംഗ് ഇല്ല, പ്രോപ്പർ ബെഞ്ചില്ല. ഞാൻ അവിടെ ഇരുന്ന് എൻ്റെ കണ്ണ് വേദനിച്ചിട്ട് ഞാൻ ഇൻവിജിലേറ്ററിനോട് പറഞ്ഞാണ് ലൈറ്റ് ഇടിപ്പിക്കുകയുണ്ടായത്. അവർ ലൈറ്റ് പോലും ഇട്ട് തന്നിട്ടുണ്ടായില്ല. നമ്മൾ അത്രയും ടെൻഷനായിട്ട് ഇരുന്നിട്ട് ഈ ഓരോ പ്രൊസീജിയേഴ്സും നമ്മുടെ എക്സാമിന് തുടങ്ങി കഴിഞ്ഞിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യാനും നമ്മുടെ അടുത്തേക്ക് അവർ വന്നുകൊണ്ടിരുന്നത്. 1 മിനിറ്റിന് ഒരു ക്വസ്റ്റ്യൻ എന്ന രീതിയിലുള്ള ഒരു എക്സാമിനേഷന് എത്രത്തോളം ഫോക്കസ്ഡ് ആയിട്ട് നമ്മൾ ഇരിക്കണോ, ആ ഒരു ഫോക്കസിന് നമുക്ക് എക്സാമിനുപരി മറ്റ് കാര്യങ്ങളിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇത് നമുക്ക് ചെയ്യാൻ പറ്റുമോ? ഓൾറെഡി നമ്മൾ ഇച്ചിരി പാനിക്കായി അവിടെ എക്സാമിനേഷൻ ഹാളിൽ ഇരുന്നിട്ട് ആ ഒരു റിലാക്സ്ഡ് മൈൻഡ് സ്റ്റേറ്റിലേക്ക് എത്താനായിട്ട് കുറച്ച് സമയം എടുത്തു. ഞാൻ ശരിക്കും പേടിച്ചു പോയിരുന്നു. സ്റ്റാർട്ടിങ് ഞാൻ ഫിസിക്സിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാറ്. ഫിസിക്സിൽ സ്റ്റാർട്ടിങ് ഒരു 14 ക്വസ്റ്റ്യൻസ് എനിക്കത് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ചെയ്ത് തീർക്കാൻ ഞാൻ നല്ല ബുദ്ധിമുട്ടി. ആ ട്രാക്കിലേക്ക് വരാൻ കഷ്ടപ്പെട്ടു. പക്ഷെ എന്നിരുന്നാലും കൃത്യമായി കിട്ടിയ ട്രെയിനിങ് അതെന്തായാലും ഇപ്പം ഞാനിവിടെ നിൽക്കാൻ കാരണം ഞാൻ പഠിക്കുന്നുണ്ട് എങ്കിലും അതിന് ഏറ്റവും ഒരു വിലമതിക്കാനാവാത്ത, ഒഴിച്ചു നിർത്താനാവാത്ത പങ്ക് തീർച്ചയായിട്ടും ബ്രില്യൻ്റ് ഫാമിലിക്ക് അർഹതപ്പെട്ട തന്നെയാണ്. കൃത്യമായ രീതിയിലൂടെ വന്ന ട്രെയിനിങ് കാരണമാണ് ആ പാനിക് സിറ്റുവേഷൻ ഉണ്ടായിട്ട് കൂടിയും കറക്റ്റായിട്ട് അവിടെ ഇരുന്നിട്ട് റിലാക്സ്ഡ് ആയിട്ട് എനിക്ക് നല്ലതായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുകയും ഇവിടെ നിന്ന് ഈ വൈറ്റ് കോട്ട് ഇട്ട് അഭിമാനത്തോടെ എൻ്റെ ഫേവറേറ്റ് ഫാക്കൽറ്റി ലിസ്റ്റോടെ നിൽക്കാൻ പറ്റതും. അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു എക്സാമിനെ അപ്രോച്ച് ചെയ്യാൻ പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് വരാൻ പോകുന്നത് നമുക്കറിയില്ല. എനിത്തിങ് ക്യാൻ ഹാപ്പൻ. സോ ബി പ്രിപ്പയർഡ് ഫോർ എവറിത്തിങ്. വാട്ട് ഓൾ തിങ്സ് ഇറ്റ് മേ കം ബിഫോർ യു കൺഫ്രണ്ട് ഇറ്റ് വിത്ത് ദാറ്റ് മച്ച് കറേജ്, സ്ട്രെങ്ത്. അതാണ് അത്യാവശ്യം. നമ്മൾ പഠിക്കുന്നതിനുപരി ഇപ്പം നമുക്ക് ന്യൂസിലൊക്കെ കേൾക്കാം 10ാം ക്ലാസ്സും +2 എക്സാമിൻ്റെ സമയത്ത് അച്ഛനും അമ്മയും എന്തെങ്കിലും കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്ന കുട്ടികളുണ്ട്. റിസൾട്ട് വരുമ്പോൾ ഫുൾ A+ ആയിട്ട് അത്രയ്ക്ക് വിക്ടോറിയസ് ആയിട്ട് എമേർജ് ചെയ്യുന്ന കുട്ടികളുണ്ട്. അവരെയൊക്കെ ഓർക്കുക, പ്രതിസന്ധികൾ ഒരുപാട് വരും, തളരരുത്. കാരണം ഇത്രയും വർഷം 1, 2, 3 വർഷം നിങ്ങൾ ഇതിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ, ഇത്ര സെൽഫ് ഡെഡിക്കേഷനോടെ നിങ്ങൾ കൺഫ്രണ്ട് ചെയ്യുന്ന ഈ ഒരു എക്സാം അത്രത്തോളം കോൺഫിഡൻ്റ് ആയിട്ട്
എന്ത് വന്നാലും ഞാൻ തളരില്ല, വിട്ടുകൊടുക്കില്ല എന്നുള്ളത് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് പ്രിപ്പറേഷൻ നന്നായിട്ട് നടത്തിക്കൊണ്ട് ഈ എക്സാമിനെ നിങ്ങൾ കൺഫ്രണ്ട് ചെയ്യണം. ക്വസ്റ്റ്യൻ എങ്ങനെ വന്നാലും സമയം കിട്ടിയില്ലെങ്കിലും അത് മനസമാധാനത്തോടെ മനസാന്നിധ്യത്തോടെ നിങ്ങളത് എക്സാം എഴുതി തീർക്കുക. അതിനുള്ള ഏറ്റവും വലിയ തെളിവ് ഞാൻ തന്നെയാണ്. ഇതിൽ വലിയ ഉറപ്പ് എനിക്ക് തരാനുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, പല കാര്യത്തിലും നമ്മൾ വറി ചെയ്യുന്നു, നമ്മളെല്ലാം പ്രഡിക്റ്റ് ചെയ്യുന്നു, കൃത്യമായ സംവിധാനങ്ങളുണ്ടെങ്കിലും എല്ലാം 100% നമുക്ക് അനുകൂലമാണെന്ന് പറയുക വയ്യ തന്നെ. എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ലൂപ്പ് ഹോൾ ഉണ്ടായാൽ, എന്തെങ്കിലും ഒരു എറർ സംഭവിച്ചു പോയാൽ, അത് ഈ പറഞ്ഞ പോലെ പ്രതിസന്ധികളിൽ തളരരുത് എന്ന് പറയുമ്പോൾ പറച്ചിൽ കൊണ്ടല്ല, പ്രവൃത്തി കൊണ്ട് അത് കാണിച്ച്. ഏറ്റവും ഇഷ്ടപ്പെട്ട ഫാക്കൽറ്റി എന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് അഭിമാനം കൊണ്ട്, ഈ പറഞ്ഞ പോലെ ഞാൻ അന്ന് പരീക്ഷ എഴുതി കഴിഞ്ഞ് എൻ്റെ മുൻപിൽ വന്നിരുന്ന അനന്തുവിൻ്റെ മുഖമാണ് എൻ്റെ മനസ്സിൽ എപ്പോഴും ഉള്ളത്. ഒരു കുഞ്ഞിനെ പോലെ എൻ്റെ മുമ്പിൽ വന്നിരുന്നപ്പോൾ എൻ്റെ മകൻ ആ ഒരു അവസ്ഥയിൽ വന്നിരിക്കുമ്പോൾ എന്താണോ തോന്നുന്നത്, അതേ വികാരത്തോടെ അന്ന് ഞാൻ കണ്ടു. ഇന്ന് ഈ ഇടുക്കി മെഡിക്കൽ കോളേജിൽ അനന്തുവിനെ ഈ ഒരു അവസ്ഥയിൽ കണ്ടപ്പോൾ അഭിമാനം കൊണ്ടും, അതുപോലെ തന്നെ ഇത്രയും ഒരു ഘട്ടത്തിൽ, ഈ ഒരു ചെറുപ്രായത്തിൽ എത്രത്തോളം മനസാന്നിധ്യം വീണ്ടെടുത്ത് ആ പരീക്ഷയെ അപ്രോച്ച് ചെയ്തു എന്നുള്ളതും അനന്തു നിങ്ങൾക്ക് നേരിട്ട് തന്നെ കാണിച്ചു തരികയാണ്. സോ നിങ്ങൾക്കും നാളെ എന്ത് സംഭവിച്ചാലും നിങ്ങൾ ഇതുപോലെ ഒരാളായി മാറണം. അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഇന്ന് നിങ്ങളോടൊപ്പം കൂടിയത്. പരീക്ഷ കഴിഞ്ഞ അനന്തു ഞങ്ങളുടെ അടുത്തേക്ക് എത്തുമ്പോൾ അനന്തു വളരെ വികാരം കൊണ്ട്, ശരിക്കും പറഞ്ഞാൽ അനന്തു കരയുകയായിരുന്നു. അനന്തുവിനെ കണ്ട് ഞങ്ങളും ഒരുപാട് കരഞ്ഞു. എന്താണെന്നറിയോ, എയിംസ് ജിപ്മർ സ്വപ്നം കണ്ട് അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്ത് അതിന് കാലിബറുള്ള അനന്തു, മിസ്സേ എനിക്കിനി അത് കിട്ടില്ലല്ലോ, എവിടെ കിട്ടും, എൻ്റെ സമയം പോയത് കാരണം, അല്ലെങ്കിൽ ആ ഒരു പാനിക്കിൽ എൻ്റെ ഒരു മനസാന്നിധ്യം വീണ്ടെടുക്കാൻ എടുത്ത കുറച്ച് സമയങ്ങൾ നഷ്ടപ്പെടുത്തിയത് കുറച്ച് ക്വസ്റ്റ്യനുകളായിരുന്നു. അത് കാരണം ഞാൻ റാങ്കിൽ താഴോട്ട് പോയാൽ എന്തു പറ്റും എന്ന ചോദ്യം, ആ ചോദ്യം അനന്തുവിൻ്റെ മനസ്സിൽ എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. മോനെ, ഇടുക്കി മെഡിക്കൽ കോളേജിൽ വന്നപ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ 2 വർഷം കഴിഞ്ഞു, ഇപ്പോഴും ആ ചോദ്യം ഉള്ളിൽ ചോദിക്കുന്നുണ്ടോ, ഓർ ഹാപ്പിയാണോ? ഒരിക്കലും ഇല്ല. കാരണം ദിസ് വാസ് മൈ ഡെസ്റ്റിനി. ഇവിടെ എത്തിയപ്പോൾ ഏതൊരു കുട്ടികളെ പോലെയും ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിലൊരു മെഡിക്കൽ കോളേജാണ്. എസ്റ്റാബ്ലിഷ്ഡ് കോളേജസ് ഒത്തിരി ഉണ്ട്, നമ്മൾ കേട്ട് പഴകിയ കോളേജ് ഉണ്ട്. അപ്പോൾ ഇവിടെ വരുമ്പോൾ ആ ഒരു ആശങ്കകളൊക്കെയോടെയാണ് ഞാൻ വന്നത്. പക്ഷേ എൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്നുള്ളത് ഒരു മെഡിക്കൽ സീറ്റ്, ഒരു ഗവൺമെൻറ് സീറ്റായിരുന്നു. അത് കരസ്ഥമാക്കിയതിൽ ഞാൻ വളരെയധികം അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. ഇവിടെ എത്തിയപ്പോഴാണെങ്കിലും മറ്റേതൊരു കോളേജിൽ കിട്ടാത്ത, നമ്മളെപ്പോഴും നമുക്ക് കിട്ടുന്ന കാര്യത്തിൽ പോസിറ്റീവ്സ് മാത്രം കാണാൻ പേഴ്സണലി ശ്രമിക്കുന്ന ഒരാളാണ് ഞാൻ. ഇവിടെ മറ്റേതൊരു കോളേജിനെക്കാട്ടിലും ഒരു പേഴ്സണൽ അറ്റൻഷൻ ഒരു കുട്ടിക്ക് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ എസ്റ്റാബ്ലിഷ് കോഴിക്കോട്, തിരുവനന്തപുരം പോലെ 250 പെർ ബാച്ചുള്ള കോളേജിൽ കിട്ടുന്നത്ര എത്രത്തോളം കുട്ടികൾക്ക് അറ്റൻഷൻ, അവരെ ഫാക്കൽറ്റീസിന് എത്ര പേരെ അറിയാമെന്ന് പോലും എനിക്കറിയില്ല. പക്ഷെ നമ്മൾ 100 പേരെയും വളരെ വ്യക്തമായിട്ട് പേഴ്സണലായിട്ട് ഓരോ ഫാക്കൽറ്റീസിനെ അറിയാം. നമ്മുടെ +1, +2, 10th നമ്മുടെ ഫാക്കൽറ്റീസ് എങ്ങനെയാണോ അത്രത്തോളം സ്നേഹത്തോടെയും കമ്പാഷനേറ്റായിട്ട് ഫാക്കൽറ്റീസ് നമ്മുടെ അടുത്ത് പെരുമാറുകയും, നമ്മുടെ മാർക്ക് കുറയുമ്പോൾ വിളിച്ചിട്ട് ഓരോ കാര്യങ്ങളും ഏത് സമയത്തും ബില്ലൻഡിലെ പോലെ തന്നെ ഏത് സമയത്തും നമുക്ക് സംശയം ചോദിക്കാനോ ഹെൽപ്പ് ചോദിക്കാനോ പറ്റുന്ന ഫാക്കൽറ്റീസ്. ഇവിടെ ഏറ്റവും വലുതായിട്ട് ഇപ്പം നമ്മളെല്ലാവരും നേരിടുന്ന പ്രശ്നമാണ് വാർത്തകൾ നിറയുന്നു റാഗിങ്. ഇവിടെ ശരിക്കും പറഞ്ഞ ഒരു ഓണവില്ലാണ് ക്യാമ്പസ്. നമ്മൾ 3 ബാച്ചും ജൂനിയർ സീനിയർ ആ ഒരു വേർതിരിവില്ലാതെ നമ്മൾ ഏതൊരു പ്രോഗ്രാമിനും കാര്യങ്ങൾക്കും ഒരേപോലെ ഒന്നിച്ച് നമ്മൾ എല്ലാ കാര്യങ്ങളിലും പ്രവർത്തിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ പഠിക്കാനുള്ള കാര്യങ്ങളിൽ ഹെൽപ്പ് ചെയ്യുന്നു. പൊല്യൂഷൻ ഫ്രീ ആയിട്ടുള്ള ക്ലൈമറ്റ്, നല്ല പ്രകൃതി രമണീയമായ സ്ഥലം, ഇവിടെ മനസ്സിന് ഭയങ്കര സന്തോഷം തരുന്ന അറ്റ്മോസ്ഫിയറാണ്. അങ്ങനെ ഒരുപാട് പോസിറ്റീവ്സ് ഉള്ള ഒരു കോളേജ്. പിന്നെ ആസ് യൂഷ്വൽ ഒരു ഗവൺമെൻറ് കോളേജിൻ്റെ സ്റ്റാർട്ടിങ് ഫേസിലൂടെ കടന്നു പോകുന്നതുകൊണ്ട് അതിൻ്റേതായ ഡെവലപ്മെൻറ്റൽ ചെറിയ ചെറിയ വിഷയങ്ങളുണ്ട്. പക്ഷെ നമുക്കിപ്പോൾ എന്തൊക്കെ വേണോ അത് ആവശ്യത്തിൽ അളവിൽ ഇവിടെ എല്ലാം ഉണ്ട്. പേഷ്യൻസ് ആണെങ്കിലും നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. നമുക്ക് വേണ്ട ഇൻഫ്രാസ്ട്രക്ചർ ആണെങ്കിലും ഫെസിലിറ്റീസ് ആണെങ്കിലും എല്ലാം ആവശ്യത്തിലധികം ഇവിടെ ഉണ്ട്. സോ ഒരു റിഗ്രറ്റും ഇല്ല. ഐ ആം വെരി ഹാപ്പി ഹിയർ. അത് കേൾക്കുമ്പോൾ ഏറ്റവും സന്തോഷത്തോടെ ഞാനും സോ ഹാപ്പി. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ഫസ്റ്റ് ഇയർ നമ്മുടെ സീനിയേഴ്സിൻ്റെ റിസൾട്ടും നമ്മുടെ റിസൾട്ടും ഒക്കെ ഫസ്റ്റ് ഇയർ റിസൾട്ട് വന്നപ്പോൾ കേരളത്തിൽ തന്നെ ടോപ്പ് 2nd പൊസിഷൻ നമുക്ക് ഫസ്റ്റ് തന്നെ ഫിനിഷ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായി. ഞങ്ങളും ടോപ്പ് 5th ഒരു പൊസിഷൻ നേടാൻ പറ്റി. അതും ഇവിടുത്തെ ഏറ്റവും വലിയൊരു വിജയമായിട്ട് ഞങ്ങൾ കണക്കാക്കുന്ന ഒരു കാര്യമാണ്. ഒരു പ്രതിസന്ധി എക്സാം ഹാളിൽ സംഭവിച്ചപ്പോഴും ബുദ്ധിപരമായി അനന്തു എക്സാം ഹാളിൽ ചെയ്ത കുറച്ച് പോസിറ്റീവ് ഘടകങ്ങൾ കൂടി ഞാനിവിടെ മെൻഷൻ ചെയ്യാം. എക്സാം ഹാളിൽ ഒരു ചെറിയ വിവാദമുണ്ടായ സാഹചര്യത്തിലും ആ സംഭവത്തെക്കുറിച്ച് ഓർത്ത് കൂടുതൽ പാനിക്കാവാതെ അതിൽ നിന്ന് പെട്ടെന്ന് കരകയറാനും മുന്നോട്ട് പോകാനുമുള്ള അനന്തുവിന്റെ കഴിവ്. എക്സാം വൈകി തുടങ്ങി എന്ന പ്രതിസന്ധി നിലനിൽക്കുമ്പോഴും മറ്റ് വിദ്യാർത്ഥികളും മാതാപിതാക്കളും പ്രശ്നങ്ങൾ ഉന്നയിക്കുമ്പോഴും
വികാരങ്ങളെ നിയന്ത്രിക്കാനും ശാന്തത കൈവിടാതെ പഠിച്ച കാര്യങ്ങളെക്കുറിച്ച് മാത്രം റീകളക്ട് ചെയ്യാനും അനന്തു ശ്രമിച്ചു. താൻ എത്രത്തോളം പഠിച്ചിട്ടുണ്ടെന്നും മുന്നിലുണ്ടാവുന്ന പ്രതിസന്ധികളെല്ലാം മറികടന്ന് താൻ ബെർലിനിൽ പരിശീലിച്ച അതേ കോൺഫിഡൻസോടുകൂടി തന്നെ നീറ്റ് എക്സാമിനെ നേരിടുമെന്നും ഉറച്ച വിശ്വാസമുണ്ടായിരുന്നു അനന്തുവിന്. സമയം വൈകി എന്ന തിരിച്ചറിവിലും ലഭ്യമായ സമയത്ത് ബുദ്ധിയും വിവേകവും ഉപയോഗിച്ച് നീറ്റ് എക്സാം ഹാളിൽ അനന്തു നേരിട്ട പ്രശ്നത്തിന് അനന്തു പരിഹാരം കണ്ടത് OMRൽ കൃത്യമായി മാർക്ക് ചെയ്തുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെയാണ് അനന്തു ഇന്ന് ഇടുക്കി മെഡിക്കൽ കോളേജിൽ MBBS വിദ്യാർത്ഥിയായി എത്തി നിൽക്കുന്നത്. പലരും എക്സാം ഹാളിൽ നിന്ന് സമയം ലഭിച്ചില്ല എന്ന വിഷമത്തോടുകൂടി ഇറങ്ങി വന്നപ്പോഴും അതേ എക്സാം ഹാളിൽ നിന്ന് അനന്തു ഇറങ്ങി വന്നത് എനിക്ക് 4-5 ഉത്തരങ്ങളിൽ ചെറിയ കൺഫ്യൂഷൻ ഉണ്ടെന്ന് പറഞ്ഞാണ്. യെസ്, എന്ത് പ്രതിസന്ധികളെയും ധൈര്യത്തോടെയും ബുദ്ധിപരമായും അഭിമുഖീകരിക്കാൻ കരുത്തുള്ളവൻ. ഇത് വെറുമൊരു സ്റ്റേറ്റ്മെന്റ് അല്ല, മറിച്ച് ജീവിതത്തിലെ വെല്ലുവിളികളെ അതിജീവിക്കാനും വിജയം നേടാനുമുള്ള സമഗ്രമായ സമീപനമുള്ളവനാണ് അനന്തു എന്ന തിരിച്ചറിവിൽ നിന്ന് പറയുന്നതാണ്. ബെർലിനിലെ എല്ലാ വിദ്യാർത്ഥികളും ഏറ്റവും മിടുക്കരായ വിദ്യാർത്ഥികളാണ്. പഠനത്തിലൂടെയും ബെർലിനിലെ മോഡൽ എക്സാം എഴുതിയ അനുഭവത്തിലൂടെയും നിങ്ങൾ എല്ലാവരും കോൺഫിഡന്റ് ആണ്. എന്ത് പ്രതിസന്ധികളെയും ധൈര്യത്തോടെയും ബുദ്ധിപരമായും അഭിമുഖീകരിക്കാൻ കരുത്തുള്ളവരാണ് ബെർലിനിലെ എല്ലാ വിദ്യാർത്ഥികളും. എല്ലാവർക്കും മെയ് 4-ാം തീയതി നടക്കുന്ന നീറ്റ് എക്സാമിൽ കോൺഫിഡൻസോടുകൂടി എക്സാം എഴുതാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി. Brilliant Study Center, India's #1 coaching center for NEET and JEE.